തമിഴ്നാടിനെ നടുക്കിയ വിരുദുനഗർ സ്ഫോടനത്തിൽ മരണസംഖ്യ 25ആയി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 21 പേരിൽ പലരുടെയും നില ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ ഒരാൾ മലയാളിയാണ്. അതേസമയം സാമ്പത്തിക സഹായം നൽകുന്നതിൽ തീരുമാനമാകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. വടക്ക് നിർമ്മാണശാലയുടെ ഉടമകളായ ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവിടെ ബന്ധുക്കളായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിരുദുനഗറിലെ രാഹുൽ സുരേഷുണ്ട്. രാഹുൽ, ഇപ്പോൾ വിരുദുനഗറിലെ മണിക്കൂറുകൾ നീണ്ട ബന്ധുക്കളുടെ പ്രതിഷേധമാണ്. മരണസംഖ്യ ഉയരുകയാണ്. 25 ആയിരിക്കുന്നു മരണസംഖ്യ. നഷ്ടപരിഹാരം ഇല്ലാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ ബന്ധുക്കൾ മടങ്ങിയിരിക്കുകയാണോ? സ്മൃതി, ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രിയുടെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ റോഡിലേക്ക് പ്രതിഷേധം നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുന്നും നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾ ഇത്രയും നേരം ഏതാണ്ട് 5 മണിക്കൂറായി ഈ ആശുപത്രിയുടെ കോമ്പൗണ്ടിനുള്ളിൽ പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു, വീടുകളിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. നഷ്ടപരിഹാരം നൽകാതെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബന്ധുക്കൾ വീടുകളിലേക്ക് മടങ്ങുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ റോഡിലൂടെ അവർ സഞ്ചരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചകൾ കൂടിയാണുള്ളത്. അല്പസമയം മുമ്പ് വിരുദുനഗർ ജില്ലാ കളക്ടറുമായും SP-യുമായും സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഒരു തീരുമാനമായിട്ടില്ല. നഷ്ടപരിഹാരം നൽകാതെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് മാറില്ല എന്നും മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ളതുമാണ് പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. പക്ഷേ ഇപ്പോൾ മണിക്കൂർ 5 പിന്നിടുകയാണ്. ഇപ്പോൾ സമയം 1 മണിയായിരിക്കുന്നു. ഈ 5 മണിക്കൂർ നീണ്ട വിവിധ തരത്തിലുള്ള ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകൾ ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും പ്രതിഷേധത്തിലേക്ക് നീങ്ങുമോ എന്നത് കാണേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഈ സമരക്കാരെ തടയാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചതാണ്. കയറും ബാരിക്കേഡും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഈ ബന്ധുക്കളായ ആളുകൾ മുന്നോട്ട് പോകുന്നതിന്റെ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 25 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 21 പേർ പരിക്കുകളോടെ ICUവിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഇപ്പോൾ ഈ പ്രതിഷേധം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ബന്ധുക്കളെല്ലാം തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷേ അതൊക്കെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് ഇപ്പോൾ തെരുവിലേക്ക് വലിയ പ്രതിഷേധമാണ്. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ മടങ്ങുന്ന കാഴ്ചയാണ്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ് കണ്ടത്.